സ്റ്റുഡൻസ്, നമ്മുടെ +1 ക്ലാസ്സിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നൊരു പോർഷനാണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. പക്ഷെ നല്ലൊരു വെയിറ്റേജും ഈ ചാപ്റ്റർ ചോദിക്കാറുണ്ട്. ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ചോദ്യം മിക്കവാറും വർഷങ്ങളിൽ കണ്ടുവരാറുള്ളത് ഒരു ചോദ്യം എപ്പോഴും ഡയറക്റ്റ്, ഒരു സെക്ഷൻ എപ്പോഴും ഡയറക്റ്റ് ആയിരിക്കും. ആ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മിക്കവാറും കേസുകളിൽ നമ്മുടെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അല്ലെങ്കിൽ പാരലൽ ആക്സിസ് തിയറത്തിൽ നിന്ന് ഒരു ചോദ്യം വരാറുണ്ട്. അതല്ലാതെ അപ്ലിക്കേഷൻ ലെവലിൽ മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കാറുണ്ട്. മിക്കവാറും അതൊരു A+ ക്വസ്റ്റ്യനും ആയിരിക്കും തന്നെ. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ് നമ്മുടെ കുറേ വീഡിയോസിൽ. ഇനി എക്സാം വരെ ഈ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് മാത്രം ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് വീതേ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ. അത് പഠിച്ച ശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ the hydrochloric acid molecule HCl molecule, the separation between the nuclei of 2 atoms is about 1.27 angstrom. Find the approximate location of center of mass of the molecule given that a chlorine atom is about 35.5 times as massive as hydrogen atom and nearly all the mass of an atom is concentrated in its nucleus. ഇങ്ങനൊരു ചോദ്യം നമ്മുടെ ഹാഫ് ഇയറിലേക്കും ക്വാർട്ടറിലേക്കും ഒക്കെ വന്നിട്ടുണ്ട്. ഇതിന് 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്നൊരു ഡയാറ്റോമിക് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ട്രയാറ്റോമിക് ആയിരിക്കാം. രണ്ടും ചെയ്യാൻ നമുക്ക് പഠിക്കാം. ഡയാറ്റോമിക്കും ആവാം അല്ലെങ്കിൽ ഒരു ട്രയാറ്റോമിക്കും ആകാം. അപ്പം നമ്മുടെ ക്വാർട്ടർലി എക്സാമിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ട്രയാറ്റോമിക് മോളിക്യൂളിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചത്. അപ്പോൾ ഈ ചോദ്യം, ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷനാണ് നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ HCl എന്ന് പറയുന്നത് ഡയാറ്റോമിക് മോളിക്യൂളാണ്. ഹൈഡ്രജനും ക്ലോറിനും കൂടിയിട്ടുള്ള ഒരു ഡയാറ്റോമിക് മോളിക്യൂളാണ് HCl. ഹൈഡ്രജൻ ഉണ്ട്, അതേപോലെ ക്ലോറിനും ഉണ്ട്. ഡയാറ്റോമിക് ആണ്, ട്രയാറ്റോമിക് അല്ല. ഡയാറ്റോമിക് ആണെങ്കിൽ ഇവരെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ആക്സിസിൻ്റെ ആവശ്യമുള്ളൂ, അല്ലേ? അപ്പോൾ ഒരു ഡയാറ്റോമിക് മോളിക്യൂളിൽ 2 മോളിക്യൂൾസിനെ കണക്ട് ചെയ്യാൻ ഒരൊറ്റ ആക്സിസ്, ഇപ്പോൾ ഹൈഡ്രജനും ക്ലോറിനും ഇടയ്ക്ക് ഒരൊറ്റ ആക്സിസേ ഉണ്ടാവുള്ളൂ. അത് സപ്പോസ് X ആണെന്ന് നമുക്ക് വിചാരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ X കോർഡിനേറ്റിലെ പൊസിഷൻ മാത്രം കണ്ടെത്തിയാൽ മതി. Yയും Z ഒന്നും കാണാൻ പറ്റുകയില്ല. അപ്പോൾ നമ്മൾ ഡയാറ്റോമിക് ആണെങ്കിൽ നമ്മൾ എന്ത് മാത്രം കണ്ടാൽ മതി? ഡയാറ്റോമിക് മോളിക്യൂൾ ആണെങ്കിൽ X ആക്സിസ് കോർഡിനേറ്റ് മാത്രം കണ്ടാൽ മതി. ട്രയാറ്റോമിക് ആണെങ്കിൽ Xും കാണണം, Yയും കാണണം. ആ ഒരു ഓർമ്മ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ ഡയാറ്റോമിക് ഒരു ആക്സിസ് മാത്രം, അത്ര സിമ്പിളാണ്. ഇനി പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് ശ്രദ്ധിക്കുക നമുക്ക്. ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയർ ഓഫ് ആറ്റംസ്, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിരിക്കുന്നു. അത് 1.27 ആൻസ്ട്രോം, മീൻസ് 1.27 × 10⁻⁻10 മീറ്റർ അറിയാം. ഇനി ഫൈൻഡ് അപ്രോക്സിമേറ്റ് ലൊക്കേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്. നമ്മൾ പറഞ്ഞു സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഗിവൺ ദാറ്റ് എ ക്ലോറിൻ ആറ്റം ഈസ് 35.5 ഒരു ക്ലോറിൻ ആറ്റം ഹൈഡ്രജൻ ആറ്റത്തെക്കാളും 35.5 ഇരട്ടി മാസ് ഉണ്ട്. ഹൈഡ്രജന്റെ മാസിനേക്കാളും 35.5 ടൈംസ് കൂടുതലാണ് ആരുടെ മാസ്? ക്ലോറിന്റെ മാസ്. അപ്പോൾ ഹൈഡ്രജന്റെ മാസ് M എന്നെടുത്താൽ ക്ലോറിൻ എടുക്കണം 35.5 M എന്നെടുക്കണം. ഇത് M ആണെങ്കിൽ ഇത് 35.5 M. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ആൻസറിലേക്ക് പോവാണ്. ആൻസർ ശ്രദ്ധിക്കാം നമുക്ക്. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം നിങ്ങൾ ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും നിങ്ങൾ വരച്ച് വെക്കണം, നിർബന്ധമാണ്. പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ മുൻപ് ഫിഗർ, നിങ്ങളുടെ മനസ്സിലുള്ള ഫിഗർ ഒന്ന് വരച്ചു വെക്കണം. അപ്പോൾ ഇത് ഹൈഡ്രജനാണ്, ഇത് ക്ലോറിനാണ്. തമ്മിലുള്ള അകലം തന്നിട്ടുണ്ട് 1.27 × ആൻസ്ട്രോം, മീൻസ് 10⁻⁻10 മീറ്റർ. ഓക്കെ, അപ്പോൾ ഏതോ ഒരു സ്ഥലത്ത് നമ്മൾ സെൻറ്റർ ഓഫ് മാസ് മാർക്ക് ചെയ്തു.
ഈ സെന്റർ ഓഫ് മാസ് ഇവിടെയാണെന്ന് ഞാൻ അസ്യൂം ചെയ്തതാണ്. അസ്യൂം ചെയ്യുന്നതിനും ഒരു ലോജിക്ക് വേണം കേട്ടോ. അപ്പോൾ എച്ച് ചെറുതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രജന്റെ മാസിനേക്കാൾ 35.5 മടങ്ങ് കൂടുതലാണ് ക്ലോറിന്റെ മാസ്, 35 ടൈംസ് കൂടുതലാണ്. അപ്പോൾ സെന്റർ ഓഫ് മാസ് എപ്പോഴും മാസ് കൂടിയ ആളെ അടുത്തേക്ക് ഉണ്ടാവുക. ആ ലോജിക്ക് ഒന്ന് അപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോയി അടയാളപ്പെടുത്തരുത്. അപ്പോൾ ആർക്കാണോ മാസ് കൂടുതലുള്ളത് അയാളുടെ അടുത്ത് തന്നെയായിരിക്കും ആരുണ്ടാവുക, ഈ സെന്റർ ഓഫ് മാസ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഞാൻ സെന്റർ ഓഫ് മാസ് ഈ കറുത്ത ഡോട്ട് റെഡി. ഇനി ആ സെന്റർ ഓഫ് മാസിലേക്കുള്ള അകലത്തിന് എക്സ്. ഇത് എക്സ് ആണെങ്കിൽ ബാക്കി എത്രയാ? ആകെ 1.27 അല്ലേ. അപ്പോൾ എക്സ് കഴിച്ചാൽ ബാക്കി എത്രയാ? 1.27 മൈനസ് എക്സ്. റെഡിയാണേ. അപ്പോൾ ആകെ 1.27 ആങ്സ്ട്രോം. സെന്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ് എക്സ് ആണെന്ന് ഞാൻ അസ്യൂം ചെയ്തു, അസംഷൻ ആണ്. ബാക്കി ഉണ്ടാവുക 1.27 മൈനസ് എക്സ്. ശ്രദ്ധിക്കുക, ഇത് മീറ്ററിലല്ല ആങ്സ്ട്രോത്തിലാണ്. ഓക്കെ, ഇനി ആ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ട് അതിൽ നമ്മൾ കൺഫ്യൂഷൻ ആക്കേണ്ട ആവശ്യമില്ല. ഇതേ കാര്യമാണ് ഇവിടെ പറഞ്ഞതുള്ളത്. ഇനി നമുക്ക് ഇക്വേഷൻ അറിയണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം സെന്റർ ഓഫ് മാസിന്റെ എക്സ് കോർഡിനേറ്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് m1 x1 പ്ലസ് m2 x2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. അതേപോലെ y കാണാം, അതേപോലെ z കാണാം. ഇവിടെ നമുക്ക് ഒരു കോർഡിനേറ്റ്, കാരണം ഒരു ആക്സിസ് മാത്രമേ ഉള്ളൂ, എന്നുള്ളത് കൊണ്ട് ഒരു കോർഡിനേറ്റ് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എക്സ് കാണാനുള്ള ഇക്വേഷൻ m1 x1 പ്ലസ് m2 x2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ചെയ്യുന്നതിന് മുൻപ് ഈസ് ഈക്വൽ ടു സെന്റർ ഓഫ് മാസ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ പോയിന്റ് എത്രയായിരിക്കും? ഈ പോയിന്റിന് നമുക്ക് ഒറിജിൻ ആയി എടുത്തൂടെ? ഒറിജിനിൽ നിന്ന് 1.27 മൈനസ് എക്സിൽ ഇവൻ, ഒറിജിനിൽ നിന്ന് എക്സ് ദൂരത്ത് ഇവൻ. അപ്പോൾ ഈ പോയിന്റിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ പോയിന്റിനെ നമ്മൾ ഒറിജിൻ ആയിട്ടാണ് പരിഗണിക്കേണ്ടത്. കാരണം ഈ രണ്ട് സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ ഇവൻ കിട്ടും 1.27 മൈനസ് എക്സ് പ്ലസ് എക്സ് ഈക്വൽ ടു 1.27. അപ്പോൾ ഇവൻ എത്രയാ? 0 അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കണേ. ഈ രണ്ടാളെയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസർ കിട്ടും. അപ്പോൾ ഇവൻ എത്രയാണെന്ന് നോക്കാം. നമുക്ക് 1.27 മൈനസ് എക്സ് പ്ലസ് എക്സ് എത്ര കിട്ടുന്നുണ്ട്? 1.27. മൈനസ് എക്സും പ്ലസ് എക്സും ക്യാൻസലായി. അപ്പോൾ ഇവൻ എത്രയാ? 0. അപ്പോൾ ഇതാരാ? ഒറിജിനാ. അപ്പം ഞാൻ ഇവിടെ 0 എന്ന് മാർക്ക് ചെയ്തു. റെഡിയാ? അതുകൊണ്ടാണ് 0 എന്ന് മാർക്ക് ചെയ്തത്. അപ്പം നമ്മൾ സെൻറ്റർ ഓഫ് മാസ് ഒറിജിനലാക്കി എടുത്തു. ഏത് പ്രോബ്ലം അങ്ങനെ തന്നെയാണ്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ സ്ഥാനം എന്ത് കൊടുത്തു? നമ്മൾ 0 എന്ന് കൊടുത്തു. അപ്പോൾ m1 x1 പ്ലസ് m2 x2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഇസ് ഈക്വൽ ടു ഒറിജിനായിട്ട് 0 എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ m1 എന്ന് വെച്ചാൽ ഹൈഡ്രജന്റെ മാസ് എത്രയാ? m. x1 എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം എത്രയാ? 1.27 മൈനസ് എക്സ് പ്ലസ് m2 എത്രയാ? 35.5 ഇൻറ്റു m2 എത്രയാ? ക്ലോറിന്റെ മാസ് എത്രയാ? 35.5 m. ഹൈഡ്രജന്റെ മാസിനേക്കാൾ 35.5 മടങ്ങ് കൂടുതലാണ്. ഇൻറ്റു ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് എക്സ്. അപ്പോൾ m1 ഹൈഡ്രജന്റെ മാസ് m, x1 മീൻസ് അവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് 1.27 മൈനസ് എക്സ്, m1 ഇൻറ്റു ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് പ്ലസ് m2 ക്ലോറിന്റെ മാസ് എത്രയാ? 35.5 m. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇത് m ആണെങ്കിൽ ഇത് 35.5 m ഇൻറ്റു x2 ഇവിടത്തേക്കുള്ള ദൂരം എത്രയാ? എക്സ് ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഹൈഡ്രജന്റെ മാസ് പ്ലസ് ക്ലോറിന്റെ മാസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുക ഇങ്ങനെയായിരിക്കും. ഇയാളെ നമുക്ക് സോൾവ് ചെയ്യണം അല്ലേ? അപ്പോൾ ഈ താഴെയുള്ള ആൾ, ഡിനോമിനേറ്ററിലുള്ള ആൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 0 ആയിട്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? 0 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവൻ എന്തായി പോവും? 0 ആയി പോവും. ബാക്കി എന്താണുള്ളത്? m1 ഇൻറ്റു 1.27 മൈനസ് എക്സ് പ്ലസ് 35.5 m ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. കാരണം ഇവനെയും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്തായിപ്പോയി? 0 ആയിപ്പോയി. അപ്പോൾ ഇങ്ങനെ ഇക്വേഷൻ നമുക്ക് കിട്ടി. റെഡിയാണേ? അപ്പോൾ ഇതുവരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിന്ന് അയച്ചാൽ മതി. സോ ഇനി ഇവനെ സോൾവ് ചെയ്യണം. നമുക്ക് ഈ ഇക്വേഷനെ സോൾവ് ചെയ്തിട്ട് എക്സിൻ്റെ വില കണ്ടുപിടിക്കണം. അത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. ഇവനെ സോൾവ് ചെയ്താൽ എനിക്ക് എക്സിൻ്റെ വില കിട്ടും. അവനെ സോൾവ് ചെയ്യുന്നു നമ്മൾ. അങ്ങനെ എക്സിൻ്റെ വില കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ എക്സിൻ്റെ വില കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. അവിടെയാണ് നമ്മുടെ സെൻറ്റർ ഓഫ് മാസ് ഉള്ളത്. റെഡിയാണേ?
അപ്പോൾ ഇത്തരം ഒരു ചോദ്യം നമ്മൾ എക്സാമിന് ചിലപ്പോൾ ഡയാറ്റോമിക് ആയിരിക്കാം അല്ലെങ്കിൽ ട്രയാറ്റോമിക് ആയിരിക്കാം, ഏതായാലും നമ്മൾ ചെയ്യാം. അപ്പോൾ ഇന്ന് ഡയാറ്റോമിക് പറഞ്ഞു, നമ്മൾ ഇത് കൃത്യം പഠിച്ച് നമ്മൾ ട്രയാറ്റോമിക് എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് കോർഡിനേറ്റ് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു അപ്ലിക്കേഷൻ ലെവലിൽ നിങ്ങൾ ചിലപ്പോൾ കാണാത്തൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷെ നിങ്ങളുടെ NCERT ബുക്കിൽ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, എക്സസൈസിൽ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഷോ ദാറ്റ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടെയ്ൻഡ് ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് A and B ഈസ് 1/2 ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് A ക്രോസ് B. ഒന്നും പറഞ്ഞില്ല, ചോദ്യം ഇങ്ങനെയാണ്. സംഭവം വളരെ സിമ്പിളാണ്, പക്ഷേ നമ്മൾ തെറ്റിക്കും. ആദ്യം ചെയ്യുന്ന ഒരാൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം എയും ബിയും രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ, A and B, സ്മോൾ എയും സ്മോൾ ബിയും രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ അവരുടെ A ക്രോസ് ബി ക്രോസ് പ്രൊഡക്റ്റിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ പകുതിയായിരിക്കും അവർ കണ്ടെയ്ൻ ചെയ്യുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ. അങ്ങനെയൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടായി തോന്നും. എയും ബിയും ഉൾക്കൊള്ളുന്ന ട്രയാങ്കിൾ വരച്ചു കാണിച്ചു തരാം. അതിന് മുമ്പ് എയും ബിയും ഉൾക്കൊള്ളുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ A ക്രോസ് ബിയുടെ പകുതിയായിരിക്കും. എയും ബിയും ഉൾക്കൊള്ളുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ A ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡിൻ്റെ ഹാഫ് ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. നമുക്ക് പ്രൂവ് ചെയ്യാം. ഇതാണ് A, ഇതാണ് B. ഇവർ ഉൾക്കൊള്ളുന്ന ട്രയാങ്കിൾ മീൻസ് ഇതാണ് ഉദ്ദേശിക്കുന്നത്, ഈ ട്രയാങ്കിൾ. ഓക്കെ, ഈ ട്രയാങ്കിളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റെഡിയാ? അപ്പോൾ നമ്മുടെ A എന്ന് പറയുന്നതും B എന്ന് പറയുന്നതും രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ, ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ A ക്രോസ് ബിയുടെ പകുതിയായിരിക്കും എന്ന് ഞാൻ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ A ക്രോസ് ബിൻ്റെ പകുതി. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു ചെറിയ ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്തത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നിന്ന് ഞാൻ ആദ്യം സൈൻ തീറ്റ, ദിസ് ആംഗിൾ ഇസ് മാർക്ക്ഡ് ആസ് തീറ്റ, അതുകൊണ്ട് സൈൻ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ഓപ്പോസിറ്റ് എത്രയാ MN ബൈ ഹൈപ്പോട്ടന്യൂസ് എത്രയാ B. സോ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു MN ബൈ B. സൈൻ തീറ്റ ഓപ്പോസിറ്റ് MN ബൈ ഹൈപ്പോട്ടന്യൂസ് B, MN ബൈ B. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ പ്രകാരം MN എന്താ വരിക? ഈ ഡിവൈഡഡ് ബൈ B ഇങ്ങോട്ട് പോട്ടെ. MN ഈസ് ഈക്വൽ ടു B സൈൻ തീറ്റ. MN ഈസ് ഈക്വൽ ടു എന്താ? B സൈൻ തീറ്റ. ക്ലിയർ ആണ്? അപ്പോൾ MN എന്ത് കിട്ടി നമുക്ക്? B സൈൻ തീറ്റ എന്ന് കിട്ടി. അത് ഇവിടെ വെച്ചു, നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ തെളിയിക്കാൻ പോകുന്നത് എയും ബിയും ഉൾക്കൊള്ളുന്ന ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ A ക്രോസ് ബിയുടെ പകുതിയായിരിക്കും എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്യാം. പ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് സൈൻ തീറ്റനെ കണ്ടു. തീറ്റ സൈൻ തീറ്റ, തീറ്റ എവിടെയാണ്? സോ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് MN ബൈ ഹൈപ്പോട്ടന്യൂസ് B, MN ബൈ B. ഈ ഇക്വേഷൻ പ്രകാരം MN ഈസ് ഈക്വൽ എന്താ? ബൈ B ഇങ്ങോട്ട് പോകുമ്പോൾ B സൈൻ തീറ്റ. ഇത് നമുക്ക് ആവശ്യം വരും, അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് നമ്മൾ A ക്രോസ് B കാണുക? A ക്രോസ് ബിൻ്റെ എക്സ്പ്ലനേഷൻ എന്താ? AB സൈൻ തീറ്റ. എൻ ക്യാപ്പ് ഉണ്ട്, ഡയറക്ഷൻ അവിടെ നിൽക്കട്ടെ. മാഗ്നിറ്റ്യൂഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് എൻ ക്യാപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ A ക്രോസ് ബി ഈസ് ഈക്വൽ ടു AB സൈൻ തീറ്റ. അപ്പോൾ A ക്രോസ് ബി, A ആരാ? A. ഓക്കെ അല്ലേ? A എന്ന് പറഞ്ഞാൽ ഈ വെക്ടർ അല്ലേ? ഈ വെക്ടറിൻ്റെ അളവാണ് ഓക്കെ. ഓക്കെ ഇൻറ്റു ആരാ? B സൈൻ തീറ്റ. B സൈൻ തീറ്റ MN. ശരിയല്ലേ? നമ്മളിവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട് B സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു MN. അപ്പോൾ A ക്രോസ് ബി ഈസ് ഈക്വൽ ടു A. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OK എന്ന് പറയുന്ന വെക്റ്റർ, ഓക്കെ, ഇൻറ്റു B സൈൻ തീറ്റ. B സൈൻ തീറ്റ ഈസ് MN. അപ്പം MN ഞാൻ ഒരു ഇക്വേഷൻ റീഅറേഞ്ച്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ ആളെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. യാതൊരു പ്രശ്നവുമില്ല. ഒരേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോവാം. നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് ഹാഫ് BH അല്ലെ, ഹാഫ് AB. ഓക്കെ, അപ്പോൾ ഓക്കെ ഓക്കെ MN MN. അപ്പോൾ ഹാഫ് ഇൻറ്റു OK ഇൻറ്റു MN വെച്ചാൽ ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ അല്ലേ ഹാഫ് BH. നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹാഫ് ഉണ്ട്, ഹാഫ് ഇൻറ്റു OK ഇൻറ്റു MN.
ഹാഫ് ഇൻറ്റു ഒ കെ ഇൻറ്റു എം എൻ എന്ന് വെച്ചാൽ ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ അല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു ഒ കെ ഇൻറ്റു എം എന്നിന് പകരം ഏരിയ ഓഫ് ഒ കെ എം ഓർ ഒ എം കെ അങ്ങനെ വിട്ടു. ബാക്കി എന്താ ഉള്ളത്? 2. അപ്പോൾ എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എന്താ? എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു ആ ട്രയാങ്കിളിൻ്റെ ഇരട്ടിയാണ്. ഇതല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞേ? അല്ലെങ്കിൽ വേറൊരു അർത്ഥത്തിൽ എ ക്രോസ് ബിയുടെ പകുതിയല്ലേ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ, അല്ലെങ്കിൽ ട്രയാങ്കിളിൻ്റെ ഏരിയനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? എ ക്രോസ് ബി. അതായിരുന്നു എന്നോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തത് എയും ബിയും കണ്ടെയ്ൻ ചെയ്യുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ എ ക്രോസ് ബിയുടെ പകുതി ആയിരിക്കും. ആണ്, എ ക്രോസ് ബിയുടെ പകുതിയാണ് എൻ്റെയും ബിയും ഈ ഏരിയയിൽ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ എന്ത് കിട്ടുള്ളൂ? എ ക്രോസ് ബി കിട്ടുള്ളൂ. ഹെൻസ് ദ പ്രൂഫ്. ഈ ചോദ്യം നിങ്ങളുടെ NCERT ബുക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി കൊടുത്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം എങ്ങനെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ചോദ്യം ഒന്നുകൂടെ പറയുന്നു. എയും ബിയും 2 വെക്റ്റേഴ്സാണ്. അവർ കണ്ടെയ്ൻ ചെയ്യുന്ന ഏരിയ, അവർ കണ്ടെയ്ൻ ചെയ്യുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡിൻ്റെ പകുതിയാണെന്ന് പ്രൂവ് ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ വരച്ചു. സോ എ ആൻഡ് ബി ആർ 2 വെക്റ്റേഴ്സ്. അപ്പോൾ എയും ബിയും 2 വെക്റ്റേഴ്സാണ്. അവർ കണ്ടെയ്ൻ ചെയ്യുന്ന ട്രയാങ്കിൾ വലിയ ട്രയാങ്കിളാണ്. സെലക്ട് ചെയ്തു. ഈ ആംഗിളിനെ തീറ്റ വിളിച്ചു. ഞാനൊരു പെർപെൻഡിക്കുലർ വരച്ചു എം എൻ. ഓക്കെ, ആദ്യം ഞാൻ സൈൻ തീറ്റൻ്റെ വില കാണാൻ. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എം എൻ ബൈ ബി. എം എൻ ബൈ ബി. അതുകൊണ്ട് എം എൻ ഈസ് ഈക്വൽ ടു എന്താ? ബൈ ബി. ഇങ്ങോട്ട് പോകുമ്പം ബി സൈൻ തീറ്റ. ഓക്കെ ആണേ. ഇനി ഞാൻ എങ്ങോട്ട് പോയി? നമ്മളെങ്ങോട്ടാണ് പോയി അടുത്ത് നമ്മൾ എ ക്രോസ് ബിൻ്റെ എക്സ്പ്ലനേഷനാണ് എ ബി സൈൻ തീറ്റ. എക്ക് പകരം ആരാ? എ. ഓക്കെ. ഇനി ബി സൈൻ തീറ്റ. ബി സൈൻ തീറ്റയ്ക്ക് പകരം ആരെ കൊടുക്കുക? എനിക്ക് എം എൻ. ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ എനിക്ക് ആരാളെ ഒളിച്ച് കിടക്കുന്നത് ആരായിരുന്നു? ഇവിടെ ഒരു ഹാഫ് ഉണ്ട്, ഓക്കെ ഉണ്ട്, എം എൻ ഉണ്ട്. ഹാഫ് ഓക്കെ എം എൻ, ഹാഫ് ബി എച്ച്. ഇതെന്നാ? ഏരിയ ഓഫ് ട്രയാങ്കിൾ. ബാക്കി ആരാളുള്ള? ഇൻറ്റു 2. അതുകൊണ്ട് നമ്മൾ പ്രൂവ് ചെയ്തു എ ക്രോസ് ബി ഈക്വൽ ടു 2 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ. അല്ലെങ്കിൽ എ ക്രോസ് ബിയുടെ പകുതിയാണെന്ത്? ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഹെൻസ് ദ പ്രൂഫ്. ഓക്കെ, സോ ബാക്കി ക്വസ്റ്റ്യൻസ്, ബാക്കി ഇത്തരത്തിലുള്ള നമ്മുടെ ഈ കൃത്യമായിട്ടല്ല നമ്മുടെ അപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോ വീഡിയോസിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ഡൗട്ടുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം.